ദാമ്പത്തിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം മരണങ്ങൾ തുടർക്കഥയാകുകയാണ്. ഇന്നലെയും ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു. ഷാർജയിലാണ് കൊല്ലം സ്വദേശിയായ ഒരു യുവതി 30-കാരി ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് മറ്റൊരു സംഭവം ഈ വിദേശ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ഇത്തരം മരണങ്ങൾ തുടർ സംഭവമായി മാറിയിരിക്കുന്നത്? വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നമുക്കറിയാം, യൂറോപ്പിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭാര്യയും ഭർത്താവും യൂറോപ്പിലേക്ക് ജോലി തേടി പോകുന്നു, അവിടെ ജോലിയിൽ കഴിയുന്നു, അതിനിടയ്ക്ക് അവിടെ ഇത് സംഭവിക്കുന്നു. ആസ്ട്രേലിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ ഭാര്യയെ കൊന്ന കുറ്റത്തിന് ഭർത്താവ് അറസ്റ്റിലായി, മകളെ കൊന്ന കുറ്റത്തിന്, മകളെ കൊന്ന കുറ്റത്തിന് അമ്മയും അച്ഛനും അറസ്റ്റിലായി. ഇങ്ങനെയൊക്കെയുള്ള, ഞാനത് എല്ലാത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരം ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇപ്പോൾ തുടർച്ചയായ എല്ലാ സംഭവങ്ങളും കൊല്ലം കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ കൊല്ലം, കോട്ടയം, അങ്ങനെയുള്ള ഇടുക്കി, അത്തരം ജില്ലകളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഒരല്പമൊക്കെ കണ്ണൂർ ഭാഗത്തുനിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിനകത്തും പുറത്തും, എനിക്ക് തോന്നുന്നു ഇന്ത്യക്കുള്ളിൽ കേരളത്തിന് പുറത്ത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു പെൺകുട്ടിയുടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ടല്ലോ. MBD ജോലി ചെയ്തു. അതെ. അതിനുശേഷം പൊതുവെ അത് കൊല്ലത്താണ് അത്തരം സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുവെ വരുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ തന്നെ ഭയമാണ്. ഇത്തരം താല്പര്യം കുറയുകയാണ്. അത് സംഭവം ഇതാണ്, ഈ മരണങ്ങൾ, തുടർ സംഭവങ്ങൾ, മരണങ്ങള്, ഈ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങള്, വിവാഹമോചന കേസുകളുടെ എണ്ണം കൂടുന്നത് ഒക്കെ, അതുപോലെ വിവാഹേതര ബന്ധങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ പെൺകുട്ടികളെ, ഈ അവിവാഹിതരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പ്രത്യേകിച്ച് ഈ കൊല്ലം ജില്ലയിൽ നമ്മളൊരു പ്രത്യേകത കൊല്ലം ജില്ലയ്ക്കുണ്ട്. മറ്റേ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ MVD ഉദ്യോഗസ്ഥൻ ഭാര്യ സ്ത്രീധനത്തിൻ്റെ പേരിൽ മരിച്ച സംഭവം, ആ കേസ്, അതുപോലെ തന്നെ ഉത്ര എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവം, ഇതിലൊക്കെ ഈ നമുക്കറിയാം, ഈ കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തുടക്കം നാം പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തുടക്കം. സ്ത്രീധനം മാത്രമല്ല വിഷയം, പക്ഷെ തുടക്കം സ്ത്രീധനമാണ്. സ്ത്രീധനത്തിന് ഒരു വലിയ പങ്ക്. ഉദ്യോഗസ്ഥന് തന്നെ കാറ കിട്ടിയില്ല, പണമില്ല. അതെ, അതിന് എന്ത് പൈസയാണ് ആവശ്യം? ഇനി അതെ, നമ്മളെല്ലാവരും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറുപ്പക്കാരുടെ ഇടയിൽ പണത്തിനോട് അമിതമായ ആർത്തി, അത്യാഗ്രഹം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അച്ഛനും അമ്മയും പഠിക്കാൻ അത്ര വലിയ കഴിവൊന്നുമില്ലാത്ത, ഏതാണ്ട് ഒരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിച്ച് ജയിക്കുന്ന മക്കളെ, 50% മാർക്കുണ്ടെങ്കിൽ പണം കൊടുത്ത് സ്വകാര്യ മേഖലയിൽ, സ്വാശ്രയ മേഖലയിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ വാങ്ങാം, അവിടെ പഠിച്ച് ജയിച്ചു വരാം. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ ഈ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന, പണ്ടൊക്കെ ഗാന്ധിജിയുടെ ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, വേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്നാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ലേഖനം, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം മലയാളത്തിൽ, അതായത് കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കൈത്തൊഴിലുകൾ ചെയ്ത് അതൊരു പരിശീലനമാക്കി മുന്നോട്ട് പോകണം, വിദ്യാഭ്യാസത്തോടൊപ്പം അതുമൊക്കെ ചെയ്യണം. ഇപ്പം നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ, ലണ്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ കുട്ടികൾ ഒരു 15-16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഉദ്യോഗാർത്ഥികൾ കൂടിയാണ്. അവർ ഈ പാർട്ട് ടൈം ജോലികൾ ചെയ്യും. അങ്ങനെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് പഠിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും അവിടെ വലിയ ബാധ്യതകളൊന്നുമില്ല. അല്ല, ഈ രക്ഷിതാക്കളെയും പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു മകളുള്ള അച്ഛൻ മകൾക്ക് 50 പവനും കാറും എല്ലാമായി കാത്തിരിക്കുകയാണ് മറ്റൊരു യുവാവിനെ വിലക്കെടുക്കാൻ. അതെ, അവന് ജോലിയുണ്ടോ, സർക്കാർ ജോലി ഉണ്ടെങ്കിൽ 50 പവന് 100 പവന്. ഇന്നിപ്പോൾ അറിയാം, നമുക്ക് 50 പവൻ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ് ഏറ്റവും കുറഞ്ഞത്, അല്ലേ? അപ്പോൾ 100 പവൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ 1 കോടി രൂപയായി. അപ്പോൾ ഇതൊക്കെ ഉള്ള വസ്തുക്കൾ വിറ്റും ലോൺ എടുത്തും കടം വാങ്ങിയും
ഗൾഫിൽ പോയി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന ജോലിയില്ലാത്ത പയ്യന്മാർ പറയും ഞങ്ങൾ അതെ. കല്യാണം കഴിച്ചോളാം, പക്ഷെ ഈ വീട്ടുകാർ തയ്യാറാകില്ല. ഇവർക്ക് ജോലി അല്ല, വേണം. എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് ജോലി കിട്ടാതെ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. അവൻ അവര് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ അല്ല, ഉള്ള കഷ്ടപ്പെട്ടായാലും ഈ പെൺകുട്ടിയെ നോക്കുമായിരുന്നു. അതെ, അവര് അവസരമില്ല. നിങ്ങൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇതുപോലെ വിട്ടാൽ കുറഞ്ഞ പക്ഷം ഈ പെൺകുട്ടിയുടെ ജീവനെങ്കിലും സുരക്ഷ ഉണ്ടായിരിക്കും. മറിച്ച് ഈ പറഞ്ഞതുപോലെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തി എന്ന് പറയപ്പെടുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാരായ മനുഷ്യർ, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ നമ്മൾ പദവികളും സ്ഥാനങ്ങളും കൂടുതലായിട്ട് ലഭിക്കുമ്പോൾ മനുഷ്യർക്ക് കൂടുതൽ വിനയവും കൂടുതൽ വിശാല മനസ്കതയും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. വലിയ പദവികളിലേക്കും വലിയ സ്ഥാനമാനങ്ങളിലേക്കും വലിയ ഉദ്യോഗങ്ങളിലേക്കും ഒക്കെ പോകുമ്പോൾ തന്നെ വിൽക്കാനുള്ള, സ്വയം വിൽക്കാനുള്ള ഒരു മാർക്കറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ്, അല്ലെങ്കിൽ ഇവർ സൃഷ്ടിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഇത്ര കിട്ടണം. നമുക്കറിയാം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഏതാണ്ട് 3000-ലധികം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ടെസ്റ്റ് എഴുതി ജയിക്കുക എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ളവരുടെ ഒരു വലിയ, ചെറുപ്പക്കാരുടെ ഒരു വലിയ ആഗ്രഹമാണ്. കാരണം ട്രാൻസ്ഫർ ഇല്ല. ഈ സെക്രട്ടേറിയറ്റിൽ തന്നെ കയറുന്നത് സെക്രട്ടേറിയറ്റിൽ, ഇറങ്ങുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന്. ജീവിതകാലം മുഴുവൻ ഒരു 10-25 വയസ്സുള്ളപ്പോൾ ജോലി കിട്ടിയാൽ 30 കൊല്ലം അവിടെ സർവീസിലിരിക്കാം, അല്ലേ? ആ 30 കൊല്ലം ഈ സെക്രട്ടേറിയറ്റിലിരുന്ന് മൂത്ത് നരച്ച് ഒരു എന്താ പറയുക, സൂപ്രണ്ടൊക്കെ ആയിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി കയറുന്നവർ വലിയ രീതിയിൽ സ്ത്രീധനം ചോദിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ചില കേസുകളുണ്ട്. മാത്രമല്ല, അങ്ങനെ വരുന്ന ആലോചനകൾക്ക് ചോദിക്കുന്നതിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറായിട്ട് അച്ഛനമ്മമാരിയ്ക്കുകയാണ് പെൺമക്കളുടെ. 25 പവൻ ചോദിച്ചാൽ 50 പവൻ കൊടുക്കും, 50 പവൻ ചോദിച്ചാൽ 100 പവൻ കൊടുക്കും. ഇത്തരത്തിൽ ഈ എന്താ പറയുക, പണം കൊടുത്ത് ഭർത്താവിനെ, മകൾക്ക് വേണ്ടി ഒരു ഭർത്താവിനെ വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായിരിക്കുന്ന അച്ഛനമ്മമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ അത്യാഗ്രഹവും അത്യാർത്ഥിയും വർദ്ധിച്ച് ഈ പെൺകുട്ടികളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക്. കാരണം ഇത്തരം പയ്യന്മാർ അത് ഭാര്യ ഒരു പശുവായിട്ടാണ് കാണുന്നത്. അവനെപ്പോഴൊക്കെ പണം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം കറക്കും. കാമധേനുവിനെ പോലെയാണ്, എപ്പോൾ കറന്നാലും പാല് കിട്ടും എന്ന് ഇവനറിയാം. കിട്ടിയില്ലെങ്കിൽ അടിയും തൊഴിയും ചവിട്ടും വഴക്കും ബഹളമായി വീട്ടിൽ കൊണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് അച്ഛനമ്മമാരും പോകുന്നുണ്ട്, പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും പോകുന്നുണ്ട്. പെൺമക്കൾ ഒരിക്കലും നമുക്ക് ബാധ്യതയല്ല എന്ന് തിരിച്ചറിയണം. അയ്യോ, ഒരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണം, എനിക്ക് കണ്ണടയ്ക്കും, ഞാൻ കണ്ണടയുന്നതിന് മുമ്പേ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ അവളെ ഒരു സുരക്ഷിത സ്ഥാനത്തെത്തിക്കണം. ഇതെന്താ ഈ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ ഇതെന്താ വല്ല ഈ പറയുന്നത് പോലെ അങ്ങനത്തെ നമ്മൾ ഈ കെട്ടിപ്പൂട്ടിയൊക്കെ വെക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രങ്ങളും രത്നങ്ങളും ഒക്കെ കെട്ടിപ്പൂട്ടി വെക്കുമല്ലോ ബാങ്ക് ലോക്കറിലൊക്കെ, അതുപോലെയാണ്. അതൊരു സ്വതന്ത്ര മനുഷ്യജീവിയല്ലേ, അതിന് വികാര വിചാരങ്ങളുണ്ട്, അതിന് വിവേകമുണ്ട്, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അവൾ അന്തസ്സായിട്ട് വല്ല ജോലിയും എടുത്ത് ഈ നാട്ടിൽ ജീവിക്കും. നിങ്ങൾ അച്ഛനമ്മമാർ ഇതേക്കുറിച്ച് ഒരുപാടൊന്നും ആകുലപ്പെടേണ്ട കാര്യമില്ല. നമുക്കുമൊക്കെ വീട്ടിൽ പെൺമക്കളുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. എനിക്ക് യാതൊരു ഭയവുമില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർ നല്ല ജോലിയിൽ പ്രവേശിക്കണമെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. എന്താണ് ശരിയും തെറ്റും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് വേണം, അല്ലേ? അങ്ങനെ ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ശരി ഉൾക്കൊള്ളുകയും തെറ്റിനെ അകറ്റി നിർത്തുകയും ചെയ്യാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ അവർ താനെ നേടിക്കൊള്ളും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അവരെ ആരും അവരുടെ തലയിലേക്ക് ഒന്നും അടിച്ചേൽപ്പിക്കാൻ പോകണ്ട. ഈ പറഞ്ഞ പോലെ നിങ്ങൾ 100 പവനും 200 പവനും കാറും ബംഗ്ലാവും അതും ഇതും ഒക്കെ ആയിട്ട് ഈ കുട്ടികൾക്ക് എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കും, അവരവരുടെ വഴിയിൽ കൂടെ മുന്നോട്ട് പോകും. അതിനകത്ത് വലിയ ആശങ്കകളൊന്നും അച്ഛനമ്മമാർ കാണിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണം അവരേത് വഴിക്ക് പോകുന്നു, അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരുടെ പഠനം എങ്ങനെ പോകുന്നു, അതൊക്കെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുകയും ചെയ്യേണ്ട കടമ അച്ഛനമ്മമാർക്കുണ്ട്. പകരം അവർക്കൊരു ജീവിതം വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ അച്ഛനമ്മമാർ തയ്യാറാകരുത്. മറിച്ച് അവർ സ്വയം ഒരു ജീവിതം പടുത്തുയർത്താൻ, കെട്ടിപ്പടുക്കാൻ അവരെ സഹായിക്കുകയാണ് അച്ഛനമ്മമാർ ചെയ്യേണ്ടത്. അതിൽ നിന്ന് അച്ഛനമ്മമാർ
അങ്ങനെ ഒരു സഹായം അവർക്ക് ചെയ്യുന്നതിന് പകരം അവർക്കൊരു ജീവിതം വിലയ്ക്ക് വാങ്ങി, തങ്ങളുടെ കൈവശമുള്ള താൻ ജീവിതത്തിൽ അധ്വാനിച്ച് നേടിയ സമ്പത്ത് ഉപയോഗിച്ച് മകൾക്ക് ഒരു ജീവിതം വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ അച്ഛനമ്മമാർ ശ്രമിക്കുമ്പോഴാണ് ഈ ദുരന്തം ഇപ്പോൾ ഈ ഷാർജയിലും ദുബായിലും അല്ലെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നടക്കുന്നത്. ഇതിൽ ജാതി മതമൊന്നുമില്ല കേട്ടോ. ഈ കാര്യത്തിൽ എല്ലാ ജാതിക്കാരിലും എല്ലാ മതക്കാരിലും ഈ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ അച്ഛനമ്മമാർ മക്കൾക്ക് ജീവിതം, പെൺമക്കൾക്കൊരു ജീവിതം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം. അപ്പോഴാണ് ഇത് ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ, ചൂഴ്ന്നു നോക്കി അകത്ത് പഴുത്തതാണോ അഴുകിയതാണോ എന്നൊന്നും നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അല്ലല്ലോ, അങ്ങനത്തെ ഒരു മാർക്കറ്റ് അല്ലല്ലോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പെൺകുട്ടികൾ, നിങ്ങളുടെ പെൺമക്കൾ ഈ കൊലക്കത്തിക്കിരയാകുന്ന, ഭർത്താവിൻ്റെ കൊലക്കത്തിക്ക്, താലി കെട്ടിയവൻ്റെ തന്നെ കൊലക്കത്തിക്ക് ഇരയാകുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതം ചെന്ന് വീഴുന്നത് അങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് വേണം. അതവർ തിരിച്ചറിഞ്ഞാൽ പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.